ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ദേവും അതുപോലെ തന്നെ അരുണുമായിട്ടുള്ള കല്യാണം നടത്തുന്നുണ്ട്. സച്ചിയുടെ സമ്മതം ഇല്ലാത്തത് കൊണ്ട് തന്നെ അരുണും ദേവും കൂടി ചേർന്നിട്ട് രജിസ്റ്റർ വിവാഹമാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ രേവതി കൂട്ടു നിൽക്കുന്നുണ്ട്. അതിനുശേഷം ദേവുവിന്റെ സങ്കടം കണ്ട് മനസ്സലിവ് തോന്നിയിട്ട് നമ്മുടെ സച്ചിയും വിവാഹം നടത്തി കൊടുക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തുവാണ്. അതിനു മുമ്പായിട്ട് തന്നെ ഇവര് രജിസ്റ്റർ വിവാഹം നടത്തിയ കാര്യം സച്ചി അറിയാതെയാണ് മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. താലി കെട്ടുന്നതിന് മുമ്പായിട്ട് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്നുള്ള സത്യം നമ്മുടെ സച്ചി തിരിച്ചറിയുകയും അവിടെ നിന്ന് വലിയതൊരു പ്രശ്നാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ വിവാഹം അവിടെ വെച്ച് നടക്കുവാണേ. അതിനുശേഷം സച്ചിയും രേവതിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഇവരുടെ ലൈഫ് തുടങ്ങുകയാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നമ്മുടെ അരുണിന്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, വീട്ടിൽ വരുന്ന സമയത്തും എന്ന് വെച്ചാൽ ദേവുവിന്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ എല്ലാവരും സച്ചിയെ പുകഴ്ത്തുന്ന രീതിയിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അരുൺ എന്ത് ചെയ്തിട്ടും സച്ചിയുടെ ആ ഒരു ലെവലിൽ എത്താൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സച്ചിയെയും അതുപോലെ തന്നെ രേവതിയെയും ദേവുവിൽ നിന്ന് അകറ്റുക എന്നുള്ള പ്ലാനാണ് അരുൺ ആദ്യം തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും ആദ്യം ദേവു തെറ്റിദ്ധരിച്ച് സച്ചിയും അതുപോലെ രേവതിയുമായിട്ട് അടിയുണ്ടാക്കുന്നൊക്കെയുണ്ട്. എന്നതിന് ശേഷം അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയുമ്പോൾ അരുണാണ് ഇതിന്റെ പിന്നിലെ എന്നുള്ള സത്യം നമ്മുടെ ദേവു തിരിച്ചറിയുകയാണ്. കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം അരുണിന്റെ അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റുകയും അതില് അവര് മരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ അരുണിന്റെ സ്വഭാവം ആകെ മൊത്തത്തിൽ മാറുന്നത്. ഓരോരോ സംഭവങ്ങളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ദേവു ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും വീട്ടില് അറിയിക്കുന്നില്ല. ഒരിക്കൽ രേവതിയുമായിട്ട് എന്തോ പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ദേവു കുറച്ച് കാര്യങ്ങളൊക്കെ രേവതിയുടെ അടുത്ത് പറഞ്ഞ് സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോഴും രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മ മരിച്ചതിന്റെ വിഷമത്തിലായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുന്നത്. കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേന് ദേവുവിനെ അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമൊക്കെ രണ്ടുപേരും വിചാരിക്കുന്നത് അമ്മയായിരുന്നല്ലോ നമ്മുടെ അരുണിന് എല്ലാം, മറ്റു കുടുംബക്കാരൊന്നുമില്ല, അമ്മയുടെ സ്നേഹം മാത്രം അറിഞ്ഞ് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഷോക്കായിരിക്കും അരുണിന് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ദേവും അതുപോലെ തന്നെ രേവതിയും. കാരണം വേറെ ആർക്കും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ അരുണിന് കുടുംബക്കാരെന്ന് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല. അങ്ങനെ ദേവു ആണെങ്കിൽ ഒരു ദിവസം ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണാം എന്നുള്ള കാര്യം പറയുവാണ്. തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവു എന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിലും ഒരുപാട് അടിയും വഴക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ദേഷ്യം മൊത്തം വരുന്നത് സച്ചിയുടെ അടുത്താണ് കേട്ടോ. സച്ചി ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നല്ലതാണെന്ന് ദേവു പറയാൻ വേണ്ടി പാടില്ല, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും പ്രശ്നങ്ങൾ വഷളായി വരികയാണ് കേട്ടോ. രേവതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് രേവതി ദേവുവിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രേവതിയുമായിട്ട് നമ്മുടെ ദേവു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. സച്ചി അപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു നിലയിലൊക്കെ എത്തുന്നുണ്ട്. ചെറിയൊരു ട്രാവൽസ്, ഒരു 8 കാറോളം സച്ചിയുടെ അണ്ടറിൽ ആൾക്കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ട്രാവൽസ് ഒക്കെ തുടങ്ങി രേവതിയാണെന്നുണ്ടെങ്കിൽ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അരുണാണെന്നുണ്ടെങ്കിൽ ദേവുവിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ ദേവുവിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ സച്ചിനെ കുറിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തിയിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണമൊക്കെ കേട്ടുകൊണ്ടാണ് അരുൺ വീട്ടിലേക്ക് ഒരു ദിവസം കയറി വരുന്നത്. ഈ കാര്യങ്ങളൊന്നും അരുൺ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ദേവുവിന് അറിയില്ല. കാരണം ദേവുവിന് ഒരു കാര്യം അറിയാം, അരുണിന് ഇഷ്ടമല്ല സച്ചിയെയും അതുപോലെ തന്നെ രേവതിയെയും കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ പിന്നിൽ വന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം അറിയുന്നില്ല കേട്ടോ. രേവതിയുമായിട്ട് സംസാരിച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അരുൺ അവിടെ നിൽക്കുന്നത് കാണുന്നത്. രേവതിയുടെ അടുത്ത് പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോണ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവളെന്തായിരിക്കും പെട്ടെന്ന് വെച്ചതെന്ന് ഇങ്ങനെ രേവതി ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനൊരു സംഭവം ആയിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ രേവതിയും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർന്ന് ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവു രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്. ദേവു എന്താ കാര്യം എന്ന് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും ദേവു ഒന്നും പറയാതെ കരഞ്ഞോണ്ടിരിക്കുവാണ്. സച്ചിയേട്ട അവള് കരയാണെന്ന് രേവതി ഭയങ്കര വിഷമത്തിൽ പറയുമ്പോൾ ഫോൺ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് സച്ചിയും മേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ദേവു ഭയങ്കര കരച്ചിലാണ്. അവസാനം രേവതി കുറെ ചോദിക്കുമ്പോഴാണ് ചേച്ചി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നത്. അങ്ങനെ ഫോൺ വേഗം നമ്മുടെ രേവതി കട്ടാക്കുകയും എന്തിനാ രേവതി ഇവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ രേവതി പറയാണ്, ആ അരുൺ നമ്മുടെ ദേവുവിനെ അടിച്ചെന്നാണ് തോന്നുന്നത്, അവൾക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് തോന്നുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ അവളെ അടിച്ചു എന്നോ? അതെ സച്ചിയേട്ടാ, ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല,
കുറച്ചു നാളായി അവന്റെ അമ്മ മരിച്ചതിന് ശേഷം അവന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്നിട്ട് എന്താ രേവതി നീ ഇത്രയും നാളായിട്ട് എന്റെ അടുത്ത് പറയാണ്ടിരുന്നത്? ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ കുത്തിന് പിടിച്ച് ചോദിച്ച് വേണ്ട പോലെ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അരുൺ അവളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇനി എന്തായാലും സച്ചേട്ടാ ഇത് ചുമ്മാ വിടാൻ വേണ്ടി പറ്റില്ല, വാ നമുക്ക് പോയെന്ന് പറയുമ്പോൾ ശരി നമുക്ക് പോയെന്ന് പറഞ്ഞ് ആ ഫംഗ്ഷനിൽ നിന്നും സച്ചിയും രേവതിയും അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുവാണേ. രണ്ടുപേരും കൂടി ചേർന്ന് അരുണിന്റെ വീട്ടിൽ ചെന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു അടി കഴിഞ്ഞതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം സാധനങ്ങളൊക്കെ ചിന്നി ചിതറി കിടക്കുന്നുണ്ട്. ദേവു ആണെന്നുണ്ടെങ്കിൽ മുടിയെല്ലാം അഴിച്ചിട്ട് ഒരു ഭ്രാന്തിയെ പോലെ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണേ. കാണുന്നതും ദേവു ആണെന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി ശ്രദ്ധിക്കുന്നത് ആ വീടിന്റെ കോലാണ് കേട്ടോ. മൊത്തത്തില് എല്ലാം ചിന്നി ചിതറി കിടക്കുവാണ്. അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട് അവിടെ നടന്ന സാഹചര്യം എന്താണെന്ന്. അത് കഴിഞ്ഞ് രേവതി ആണെങ്കിൽ ദേവു നീ കരയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന സമയത്താണ് മുഖത്തും കയ്യിലൊക്കെ അടിച്ച് ആ റെഡിഷ് കളറായിട്ട് ഇങ്ങനെ കിടക്കുന്നത് രേവതി കാണുന്നത് കേട്ടോ. ദേവു എന്താ ഇത്, നിന്നെ എന്തിനാ ഇങ്ങനെ അവൻ അടിച്ചതെന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ സാച്ചിക്ക് അങ്ങ് അരിച്ചു കയറുന്നുണ്ട് കേട്ടോ. അവനൊക്കെ ഒരു മനുഷ്യനാണോ അതോ മൃഗമാണോ, സ്വന്തം ഭാര്യയാണോ ഇങ്ങനെ അടിച്ചിരിക്കുന്നത്? എവിടെ അവനെന്ന് ചോദിക്കുവാണേ. വീട്ടില് ഇല്ല സച്ചേട്ടാ എന്ന് ദേവു പറയുന്നുണ്ട്. അപ്പോ അവൻ സ്റ്റേഷനിലായിരിക്കും അല്ലെ, അവൻ ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യത്തിലങ്ങ് പോകുമ്പോഴേക്കും സച്ചേട്ടാ ആദ്യം നിൽക്ക്, സച്ചേട്ടന് അവസരപ്പെടരുത്, അവനൊരു പോലീസുകാരനാണ്, ആ ഒരു പവർ അവൻ എന്തായാലും കാണിക്കും. തുടർന്ന് രേവതി വീണ്ടും ദേവുവിന്റെ അരികിലേക്ക് ചെല്ലുകയും ദേവു എന്താ നടന്നത്, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്ത് കാരണം വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഭാര്യയാണോ ഇങ്ങനെ തല്ലുന്നത്, ഇങ്ങനെ പെണ്ണുങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ടാണോ അവനൊക്കെ പോലീസായത്? നിന്റെ ചേച്ചി ഇപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത് അയാൾ കുറച്ചു നാളായിട്ട് ഇങ്ങനെ നടക്കുന്നതെന്ന്. ഇതിനു മുമ്പ് ദേവു നീ എന്റെ അടുത്ത് പറയേണ്ടിരുന്നില്ലേ? ഇത് ചോദിക്കാനും പറയാനും ആരില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മുടെ സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ദേവുവിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ റെഡ് കളറായി കിടക്കുവാണല്ലോ അടിച്ചതിന്റെ. അവൻ ബെൽറ്റ് കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ ദേവുവിനെ അടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് ക്രിമിനലിനെ അടിക്കുന്നത് പോലെ. ദേവു നീ ആദ്യം കരച്ചിൽ നിർത്ത്, നിന്റെ ബുദ്ധി എവിടെ പോയി? അവൻ നിന്നെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കൈ കിട്ടിയെടുത്തിട്ട് അവനെ നീ തിരിച്ചടിക്കണ്ടേന്ന് ചോദിക്കുകയാണ് കേട്ടോ സച്ചി. ദേവു നീ ആദ്യം എന്താ നടന്നെന്നുള്ള കാര്യം പറ എന്ന് രേവതി വീണ്ടും ചോദിക്കുമ്പോ അറിയില്ല ചേച്ചി എന്താണ് പ്രശ്നമെന്ന്. കുറച്ചു നാളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഇപ്പോ ഈയിടെയായിട്ട് എല്ലാ ദിവസവും എന്നെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ദേവു. അത് കഴിഞ്ഞതിന് ശേഷം രേവതിയുമായിട്ട് ഫോണിൽ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് ദേവു പറയുന്നുണ്ട്. ചേച്ചി ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ എന്ന് നമ്മുടെ ദേവു ചോദിക്കുന്നുണ്ട്. ഉണ്ടാക്കി, നീയോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോ ഞാൻ വന്ന ഉടനെ തന്നെ ചേച്ചി എല്ലാം റെഡിയാക്കി എന്ന് പറയാണ്. അതിനുശേഷം അരുൺ വന്ന കാര്യത്തെ കുറിച്ച് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്. ഇല്ല ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. സച്ചേട്ടൻ വന്നോ എന്ന് തിരിച്ച് ദേവു ചോദിക്കുന്ന കാര്യം കേട്ടുകൊണ്ടാണ് കേട്ടോ അരുൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പാവാണല്ലേ സച്ചേട്ടൻ, കടമൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അതെ 8 വണ്ടി ഓടുന്നുണ്ടെങ്കിലും ഒരുപാട് ഞങ്ങൾക്ക് കടമുണ്ട്. എങ്കിലും ചേച്ചി ഇത്രയും കഷ്ടതയിലും സച്ചേട്ടൻ ചേച്ചിയെ നന്നായിട്ട് നോക്കുന്നില്ലേ? ചേച്ചിക്ക് അങ്ങനത്തെ നല്ലൊരു ഹസ്ബൻഡിനെയാണ് കിട്ടിയെന്നൊക്കെ പറയണേ. ഇതെല്ലാം പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ അരുൺ കേൾക്കുന്നുണ്ട്. കാരണം അവൾക്ക് അങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ അല്ല കിട്ടിയത്. ആ ഒരു വിഷമം പറയുന്ന രീതിയിലൊക്കെയാണ് അരുൺ ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് സംസാരം കഴിയുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുകയാണ് നമ്മുടെ ദേവു. ഉടനെ തന്നെ ദേവതിയുടെ അടുത്ത് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അരുണിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ദേവു ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാ വന്നതെന്നുള്ള കാര്യം ചോദിക്കുവാണേ. നീ നിന്റെ പഞ്ചാര വർത്താനം തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അരുൺ അങ്ങോട്ട് തിരിച്ചും പറയുന്നുണ്ട്. ചേച്ചി എന്താ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് വലിയ ഉത്തമനാണെന്നുള്ള കാര്യത്തെ കുറിച്ച് പറയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും പറഞ്ഞില്ല, സാധാരണ പോലെ സംസാരിച്ചിരുന്ന ദേവു. നീ സംസാരിക്കുന്ന സമയത്ത് ഒരു 100 തവണ സച്ചേട്ടൻ സച്ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാണ് അരുണായിട്ട് വെറുതെ തെറ്റിദ്ധരിക്കുന്നത്? ഞങ്ങള് കാഷ്വലായിട്ട് സംസാരിക്കുന്ന പോലെയല്ലേ സംസാരിച്ചത്. ഓ ഞാൻ തെറ്റിദ്ധരിക്കുന്നതാണോ പ്രശ്നം? അരുണേട്ടന് എന്തൊക്കെയാ ഈ പറയുന്നത്? അരുണേട്ടന് അത്രയും ബുദ്ധി ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ എന്റെ ബുദ്ധിക്കാണോടി ഇപ്പൊ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് പോകുന്നിടത്ത് പിടിച്ചു വെച്ചിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കുകയും ബെൽറ്റ് എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അരുൺ. പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മുടെ സാച്ചിയാണെങ്കിൽ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവൻ ഇത്രയും ബുദ്ധി ഇല്ലാത്തവനാണോ? ഇയാളൊക്കെ എന്തിനാണ് പഠിച്ചത്? ഇവന്റെയൊക്കെ തലയിൽ അറിവിനേക്കാൾ കൂടുതൽ ചെളിയാണെന്നാണ് തോന്നുന്നത്. ഇത് കുറച്ച് ഓവറാണ്. അവന്റെ അമ്മ മരിച്ച ഷോക്കിൽ എന്തൊക്കെ ചെയ്ത് കൂട്ടുകയെന്നാ വിചാരിച്ചത്. കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകുന്നു. എന്നാ ദേവുനെ അടിച്ചു വെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ അവൻ? അവനെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ചേനെ. ഇവന്റെ ബുദ്ധി ഇങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് ആരംഭത്തിലെ അറിയാമായിരുന്നു. ദേവു പാവം ഒരു കുഞ്ഞു പെണ്ണിനെ പോലെയല്ലേ, അവളെയാണ് അവന് കല്യാണം കഴിച്ചു പോയിച്ചു കൊടുത്തത്. ഇപ്പൊ കണ്ടില്ലേ അവളെ അടിച്ച് പരിപ്പാക്കി വെച്ചിരിക്കുന്നത്. തുടർന്ന് ദേവു പറയുന്നുണ്ട്, ആരംഭത്തിലൊക്കെ നല്ല പോലെയായിരുന്നു, എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പൊ കുറച്ചു നാളായിട്ടാണ് ഈ മാറ്റം.
അവരുടെ മനസ്സിൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഓരോ ദിവസവും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ദേവ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്രയും അവൻ അടിച്ചിരിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു, എന്നിട്ടും നീ ഒരു വാക്ക് എന്റെ അടുത്ത് മുമ്പേ പറഞ്ഞില്ലല്ലോ. നീ പറയാതിരുന്നത് കൊണ്ടാണ് ചോദിക്കാനും പറയാനും ആരില്ല എന്ന് കരുതിയിട്ട് അവൻ വീണ്ടും വീണ്ടും ഈ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും മനസ്സ് വേദനിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത് എന്ന് കരുതിയിട്ട് ദേവു ഇങ്ങനെ പറയാണ്ട് മറച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നീ അവന്റെ അടുത്ത് അടി മേടിച്ചോണ്ട് ഇവിടെ ഇരിക്കോ? ഇനി എന്തായാലും രേവതി ദേവുനെ ഇവിടെ നിർത്താൻ വേണ്ടി പറ്റില്ല. അവളുടെ അടുത്ത് വരാൻ വേണ്ടി പറ. ദേവു വാ, ഇനി നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറയണേ. അത് സജ്ജേട്ടാ എന്നൊക്കെ പറയുമ്പോ നീ ഇങ്ങോട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് എന്താണോ അത് നീ അങ്ങോട്ട് അനുസരിച്ചാ മതി. അവൻ നിന്റെ അടുത്ത് ചോദിക്കാനും പറയാനും ആരില്ല എന്ന് വിചാരിച്ച് നിന്നെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ചുമ്മാതിരിക്കണോ? ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കണ്ട. രേവതി നീ പോയിട്ട് അവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് രേവതിയും പറയുന്നുണ്ട് സച്ചേട്ടൻ പറയുന്നത് തന്നെ ശരി. ദേവും അടിച്ചു നിൽക്കുവാണ് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. ഇനി നീ എന്തായാലും ഒരു കാര്യവും പറയണ്ട, എത്രയും വേഗം തന്നെ പോവാൻ നോക്കണം. നീ ഇവിടെ നിൽക്ക്, ഞാൻ തന്നെ പോയിട്ട് നിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ദേവുവിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നേരെ വീട്ടിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അവിടെ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ലക്ഷ്മിക്കാണെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഇനി എന്തായാലും അവൻ ഇവിടെ വന്നിട്ട് ഇവളോട് ചെയ്ത തെറ്റിലെല്ലാം മാപ്പ് പറഞ്ഞതിന് ശേഷം തിരികെ അങ്ങോട്ടേക്ക് വിട്ടാ മതി എന്നാണ് സച്ചിയുടെ ഒരു തീരുമാനം കേട്ടോ. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ദേവുവിനെ അവിടെ കൊണ്ടാക്കി രേവതിയെ വീട്ടിലാക്കിയതിനു ശേഷം അരുൺ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അരുണിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അരുൺ കയറി വരുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണ് കാണുന്നത്. വന്ന ഉടനെ ദേവു ഈ കണ്ടവരെയൊക്കെ ആരാണ് ഈ വീട്ടിന്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ദേവു ഒന്നും മിണ്ടുന്നില്ലല്ലോ. വീണ്ടും ദേവു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരുൺ വിളിക്കുന്നത് കേൾക്കുമ്പോ നീ എത്ര വിളിച്ചിട്ടും കാര്യമില്ല, അവള് നീ വിളിക്കുമ്പോ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വേണ്ടേ എന്ന് സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ സച്ചിയുടെ അടുത്ത് ചോദിക്കാം, നിന്റെ അടുത്ത് ആരാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞെന്ന്. അല്ലെങ്കിലും നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത്ര വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല, പക്ഷെ എന്നെ ഇങ്ങോട്ട് വരുത്തിക്കാനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കിയതാണ്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ദേവു എവിടെയെന്ന് വീണ്ടും ചോദിക്കാണ് കേട്ടോ അരുൺ. നിന്നെ പോലത്തെ മൃഗങ്ങളല്ലാതെ മനുഷ്യന്മാര് ജീവിക്കുന്നിടത്ത് ദേവു സേഫ് ആയിട്ടുണ്ട്. നീ എന്താ കളിക്കാണോ? അവള് എന്റെ അടുത്ത് പറയാതെ എങ്ങോട്ടേക്കും പോവില്ലെന്ന് അരുൺ. ആ ധൈര്യത്തിലാണല്ലേ നീ ഇത്രയും കാലം ആടിക്കൊണ്ടിരുന്നത്? അവള് നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിന്നത് കൊണ്ടാണല്ലേ. ഞാനും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് അവളെ ഇവിടുന്ന് എപ്പോഴേ കൂട്ടിക്കൊണ്ടുപോയി. അരുൺ തിരിച്ചു വരുന്നത് ഏകദേശം രാത്രിയിലാണ് കേട്ടോ. എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നീ ആരടാ? നീ ആരോട് ചോദിച്ചിട്ടാടാ കൂട്ടിക്കൊണ്ടുപോയെന്നൊക്കെ അരുൺ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുവാണേ. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരെടുത്ത് ചോദിക്കണമെന്ന് സച്ചി തിരിച്ചു ചോദിക്കുമ്പോ എന്റെ അടുത്ത് ചോദിക്കണം. എന്റെ അടുത്ത് ചോദിക്കാതെ നീ കൂട്ടിക്കൊണ്ടുപോകാം അവളെ. നീ അവളെ നല്ലൊരു ഭാര്യയായിട്ട് നോക്കുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങളെ കൂടെ ഇറങ്ങി വരില്ലായിരുന്നല്ലോ. നീ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട. എന്റെ കുടുംബ വിഷയത്തിൽ തലയിടാൻ വേണ്ടിയിട്ട് നീ ആരടാന്ന് ചോദിക്കുകയാണ് സച്ചിയുടെ അടുത്ത് അരുൺ. ആഫ്റ്റർ ഓൾ നീ ഒരു ഡ്രൈവറാണ്, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ വെറും ഒരു ഡ്രൈവർ തന്നെയാണ്. പക്ഷെ ഞാൻ എന്റെ ഭാര്യ ഉണ്ടല്ലോ തങ്കം പോലെയാണ് കൊണ്ടു നടക്കുന്നത്. അവളെ സന്തോഷത്തോടു കൂടി എപ്പോഴും ഇരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കാവൽക്കാരനായിട്ട് നിൽക്കേണ്ട നീ സ്വന്തം ഭാര്യയെ പോലും നല്ല രീതിയിൽ നോക്കാൻ അറിയത്തില്ല അല്ലേ? നിന്നെ വിശ്വസിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ട് നിന്നെ കല്യാണം കഴിച്ച പെണ്ണാണ് അവള്. അങ്ങനത്തെ അവളെയല്ലേടാ നീ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കൊന്നും മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ലേടാന്നൊക്കെ സച്ചി ചോദിക്കുന്നത് കേൾക്കുമ്പോ നീ എന്താടാ ന്യായം ചോദിക്കാൻ വേണ്ടി വന്നതാണോ? അവള് എന്റെ ഭാര്യയാണ്, ഞാൻ അടിക്കും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നീ ആരാടാ? അത് എന്റെ കുടുംബമാണ്. ദേവു എന്റെ വീട്ടിലെ പെണ്ണാണ്. അവളെ നീ അടിച്ചത് കണ്ടിട്ട് ഞാൻ ചുമ്മാതിരിക്കുന്നു വിചാരിച്ചോ? അടിച്ച് നിന്നെ ശരിയാക്കും. നിനക്കും മുഖം ഉണ്ടല്ലോ, നിന്റെ മുഖത്ത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തം വരൂലേ? നീ എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നോടാ? നിന്നെയൊക്കെ ഇരുത്തി സംസാരിപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ സച്ചിയുടെ അരികിലേക്ക് അങ്ങ് ചെല്ലുമ്പോഴേക്കും സച്ചി കാലോണ്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കാണ് കേട്ടോ അരുണ്. അരുൺ നേരെ ചെന്നിട്ട് തൊട്ടവിടെ അപ്പുറത്തുള്ള സോഫയിലേക്ക് ചെന്ന് വീഴുവാണ്. കൈവയ്ക്കാൻ ആയോടാ എന്ന് ചോദിച്ചും കൊണ്ട് അരുൺ ഇരുന്നിടന്ന് അങ്ങ് എഴുന്നേൽക്കുവാണേ. കൈയല്ലടാ കാലാ വെച്ചത്. അപ്പോഴേക്കും അരുൺ ഡാന്ന് പറഞ്ഞിട്ട് കൈ അങ്ങ് നീട്ടുന്നുണ്ടേ. പക്ഷെ ആ കൈ അങ്ങ് തിരിച്ച് മടക്കി പുറകിലേക്ക് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ സച്ചി. അതും ഒരു കൈയല്ല, 2 കൈയും കൂടി ചേർത്ത്. പിന്നെ അരുണിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവാണേ. നീയൊക്കെ പോലീസ് ഓഫീസറായത് പെണ്ണുങ്ങളുടെ അടുത്ത് വീരം കാണിക്കാൻ വേണ്ടിയിട്ടാണോടാ? ചോദിക്കാനും പറയാനും ആരും വരില്ല എന്ന് കരുതിയിട്ടല്ലേ? എന്നാ എന്റെ വീട്ടിലെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി ഞാൻ വരുവാടാ? അയ്യോ വേദനിക്കുന്നേന്ന് പറഞ്ഞിട്ട് അരുൺ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേടാ? ഇതുപോലെ തന്നെയല്ലേ അവൾക്ക് വേദനിച്ചിട്ടുണ്ടാവുക? നീ അവളുടെ മേൽ കൈവച്ച് ആ കൈ ഉണ്ടല്ലോ അതങ്ങ് ഒടിച്ചെടുക്കുന്നു പറഞ്ഞിട്ട് തിരിക്കുന്നുണ്ട്. പക്ഷെ അരുണിന് നല്ല വേദന കൊണ്ട് അരുൺ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. അത് കഴിഞ്ഞ് അരുൺ അങ്ങ് വിടുകയും എന്നതിന് ശേഷം നിന്റെ വീരത്തെ നീ പെണ്ണുങ്ങളുടെ അടുത്ത് കാണിക്കുമല്ലേ, ഊരടാ നിന്റെ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് അരുണിനെ കൊണ്ട് ഊരിപ്പിക്കുകയും ബെൽറ്റ് വെച്ചിട്ട് നന്നായിട്ട് അരുണിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ സച്ചി. ഇനിയിപ്പോ നീ പോലീസുകാരന്റെ വീട് കയറിയിട്ട് ഒരു ഡ്രൈവർ വന്ന് അടിച്ചു എന്ന് പറഞ്ഞിട്ട് നീ
പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുവോ? നീ കൊടുത്തോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അത് നിനക്കാണ് നാണക്കേട്. ഇനി ദേവുവിന്റെ മേല് നിന്റെ ഒരു വിരൽ തുമ്പെങ്കിലും പെട്ട നീ ഉടനെ തന്നെ റിട്ടയർഡ് ആകും. എന്താ മനസ്സിലായില്ലേ? നിന്റെ കൈയും കാലും നിന്റെ ശരീരത്തിലുണ്ടാവില്ല. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ അടുത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നിയത്? മര്യാദയ്ക്ക് അവളെ എന്നെ വീട്ടിലേക്ക് വിട്ടോ, ഇല്ലെങ്കിൽ എന്റെ ഭാര്യയെ കടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന അരുൺ. ഞങ്ങള് വന്ന സമയത്ത് ദേവുവിനെ കണ്ട ആ കണ്ടീഷനിൽ നേരെ അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിന്റെ ജോലിയും ഉണ്ടാവില്ല, നീ പോയിട്ട് ജയിലിലും കിടക്കേണ്ടി വന്നേനെ. പെണ്ണായതുകൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കാന്നായിരിക്കില്ല നീ വിചാരിച്ചത്. അവള് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ ജോലിയും പോയിട്ടുണ്ടാകും, നീ ഇപ്പൊ ജയിലിലും കിടക്കേണ്ട അവസ്ഥ വന്നേനെ. നിനക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി അറിയില്ല. ദേവുവിന് നല്ലൊരു ഭർത്താവായിട്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി പഠിക്കടാ. നീ വന്ന് തെറ്റിനെല്ലാം മാപ്പ് പറയാതെ അവളിനി ഈ പടി ചവിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്.